നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. താരിഫ് യുദ്ധങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഈ താരിഫ് കാരണം ലോക വ്യാപാര വിപണി വൻ പ്രതിസന്ധികൾ നേരിടുന്ന കാര്യവും നമുക്കറിയാം. എന്നാൽ ഇതിലൊന്നും ഇന്ത്യ തളരില്ല. ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിക്കും. ഇത് വെറും വാക്കല്ല, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഉറപ്പാണ്. ട്രംപ് എത്ര താരിഫ് ചുമത്തിയാലും ഇന്ത്യക്ക് മുന്നോട്ട് നീങ്ങിയേ മതിയാകും. ആ തന്ത്രങ്ങളാണ് നിർമ്മല സീതാരാമൻ മെനയുന്നത്. അറിയണ്ടേ ട്രംപിനെ വെല്ലാനുള്ള നിർമ്മലയുടെ പ്ലാൻ എന്താണെന്ന്? നമുക്കതൊന്ന് പരിശോധിക്കാം. നിലവിലെ വ്യാപാര സംഘർഷങ്ങൾ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രശ്നം നേരിടുമെന്നും നിർമ്മല തുറന്നു സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു പോംവഴി കാണുമല്ലോ. വിപണിയിൽ ക്ഷമയാണ് ആദ്യം വേണ്ടത്. ഉടൻ തന്നെ ഫലം കിട്ടണമെന്നില്ല. ദീർഘകാല നിക്ഷേപത്തിന് പ്രാധാന്യം നൽകണം. വിപണിയിൽ പുതുമകൾക്കാണ് പ്രാധാന്യം. അതായത് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ആ പുതുമ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഏത് രാജ്യമായാലും ഇന്ത്യയെ തേടി വരും. സുതാര്യത, സുസ്ഥിര ഭരണം, ഓഹരി ഉടമകളുടെ മൂല്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവ പ്രധാന ഘടകങ്ങളാണ്. ഇത് പ്രാവർത്തികമാക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നിർമ്മല സീതാരാമന്റെ വാക്കുകൾ കടമെടുത്തതാണ്. 2014 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം ഈ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കിയതിന്റെ ഫലമാണ് എന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ വാദം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതും പ്രതിരോധ ശേഷിയുള്ളതുമായ വിപണികൾ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതായത് ഇത്തരത്തിലുള്ള ഒരു വിപണി സൃഷ്ടിച്ചാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ തേടിയെത്തും. സ്വാഭാവികമായും ഇന്ത്യക്ക് ഡിമാൻഡ് കൂടും. അതുകൊണ്ട് തന്നെ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നാൽ കൂടി അവ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇതാണ് നിർമ്മല ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. കരട് ധാരണാപത്രത്തിന്റെ ആദ്യ നിബന്ധനകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയുടെ കഥ വെറും സംഖ്യകളെ മാത്രമല്ല കുറിക്കുന്നത്, അത് വിശ്വാസം, പരിവർത്തനം, എണ്ണമറ്റ സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. വളരെ മനോഹരമായ വാക്കുകൾ. ശരിയാണ്, നിർമ്മല സീതാരാമനെ പോലൊരു ധനമന്ത്രി ഉള്ളപ്പോൾ നമ്മൾ ഇന്ത്യയുടെ വിപണിയെ പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ വിപണി മോദി സർക്കാരിന്റെ കയ്യിൽ ഭദ്രം തന്നെയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.